മാത്രമല്ലേ ചെയ്തോണ്ടിരുന്നത്. ഇനി അങ്ങനെ തന്നെ തുടർന്നാ പോരെ. പെണ്ണുങ്ങളെ അതൊക്കെ ചെയ്യേണ്ടത്. ഞാൻ വായിക്കല്ലേ. ഇന്ന് ഓരോന്നായിട്ട് ഉണ്ടാക്കി തരാൻ ഞാൻ അവളോട് പറയാം. നല്ല സീരിയലാ. സമയം നിനക്ക് അവിടെ സീരിയൽ കണ്ടു തേച്ചേരെ. അച്ഛൻ നേരെ തിരിച്ചാ. എന്നെ കൊണ്ട് ഒരു വക ചെയ്യാൻ സമ്മതിക്കത്തില്ല. മാറിയിരിക്കുന്നില്ല. നിനക്ക് വിഷമമൊന്നുമില്ലേ? കണ്ണീരൊലിപ്പിച്ച് നിലവിളിച്ച് നടക്കാനൊന്നും എന്നെ കിട്ടില്ല. ചൂട് ഉറങ്ങട്ടെ. ഒരു സ്ത്രീ ഓട്ടോണോമസ് ആയിട്ട് ഇൻഡിപെൻഡൻസിനെ റിയലൈസ് ചെയ്തിട്ട് അതിന്റെ മാക്സിമം അഡ്വാൻറ്റേജ് എടുത്തിട്ട് ഫ്രീ ആയിട്ട് ജീവിക്കുന്നു. ഇൻ റിയാലിറ്റി ഇറ്റ്സ് സംതിങ് ടു ബി സെലിബ്രേറ്റഡ്. പക്ഷേ ഇവിടെ എല്ലാ ഡിഫറൻസും ഉണ്ടാകുന്നത് ആ സ്ത്രീ ഒരു വൈഫ് ആണെന്ന് കാണിക്കുന്നതോടു കൂടിയാണ്. ആസ് എ വൈഫ് ഒരു സ്ത്രീ ഈ രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ അതർ സൈഡിൽ സങ്കുചിത ചിന്താഗതി വെച്ച് പുലർത്തുന്ന ഹസ്ബൻഡ് സഫർ ചെയ്യുന്ന അങ്ങേയറ്റം പരിതാപകരമായിട്ടുള്ള അവസ്ഥ ഇമോഷണൽ BGM ഒക്കെ ഇട്ട് പ്രസന്റ് ചെയ്തിരിക്കുന്നു. അവരുടെ വ്യക്തിത്വം ഒന്നിനും വേണ്ടി മാറ്റിവെക്കാതെ ജീവിക്കുന്നതിനെ എന്തോ മ്ലേച്ഛമായിട്ടുള്ള കാര്യമായിട്ടും അറ്റ് ദ സെയിം ടൈം ആ സ്ത്രീ അവരുടെ പേഴ്സണാലിറ്റി വെടിയാതെ അവരുടെ ഇഷ്ടങ്ങൾക്ക് പ്രിഫറൻസ് കൊടുത്തിട്ട് ജീവിക്കുന്നത് കൊണ്ട് ആ ഭർത്താവിന് ഓൾറെഡി കിട്ടേണ്ടിയിരുന്ന എന്തോ അയാളിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുന്നു, അല്ലെങ്കിൽ ഇൻ എ വേ അയാൾക്ക് നീതി ലഭിക്കുന്നില്ല എന്ന രീതിയിലുള്ളൊരു പോർട്രയലാണ് ഇവിടെ പ്രസന്റ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ ബി ടേംഡ് ആസ് എ മാനിപ്പുലേഷൻ. പേട്രിയാർക്കി പോലെയുള്ള സങ്കുചിതമായിട്ടുള്ള ചിന്താഗതികളെ അരക്കിട്ടുറപ്പിക്കാൻ വേണ്ടി പോപ്പുലർ കൾച്ചർ ആയിട്ടുള്ള സിനിമ പോലുള്ള മീഡിയംസിനെ ഉപയോഗപ്പെടുത്തിയിട്ട് ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും പ്രോഗ്രസീവ് ആയിട്ടുള്ള ഐഡിയ മുന്നേറാനുള്ള പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ആ ഒരു ഗ്രോത്തിനെയും പുറകിലേക്ക് വലിച്ചിട്ടുകൊണ്ട് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തിരിക്കുന്ന ഇൻഇക്വാളിറ്റീസിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള മാനിപ്പുലേഷൻ ടാക്ടിക്സ് ബൈ പ്രസന്റിംഗ് ദ പിറ്റിയബിൾ കണ്ടീഷൻ ഓഫ് എ പേട്രിയാർക്കൽ മാൻ.